ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനം ഇല്ല എന്ന് സാധാരണ മുസ്ലിം മതപണ്ഡിതന്മാരൊക്കെ പറയാറുണ്ട്. എന്നാൽ നമ്മുടെ ഈ കേരളീയ സാഹചര്യത്തിൽ ഇതര മതസ്ഥരായ പെൺകുട്ടികളെ മയക്കുമരുന്ന് നൽകി മതപരിവർത്തനം നടത്താൻ ആസൂത്രിതമായി മുസ്ലിം ഇതര മതസ്ഥരായ സ്ത്രീകളെ ആണുങ്ങളില്ല ഇല്ല ഈ സ്ത്രീകൾ എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അല്ല വേറെ പുരുഷന്മാരോ എന്ന് ചോദിക്കാൻ കണ്ടത് രണ്ടും മനുഷ്യർ തന്നെയാണല്ലോ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും മനുഷ്യന്മാരാണല്ലോ. അപ്പൊ എപ്പോഴും ഈ സ്ത്രീകളെ വേട്ടയാടുന്നു, സ്ത്രീകൾ ഇരയായിട്ട് മാത്രം ചർച്ചകൾ വരുമ്പോൾ പൊതുവെ ഇസ്ലാം ഒരു സ്ത്രീ വിരുദ്ധതയാണെന്ന് അവതരിപ്പിക്കുന്ന ഭാഗത്ത് നിന്ന് തന്നെയാണ് സ്ത്രീകളെ വേട്ടയാടുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇവർ സ്ത്രീകളെ മറ്റൊരർത്ഥത്തിൽ വേട്ടയാടുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവരത്ര ദുർബലരാണോ? അല്ല, സ്ത്രീകൾ ദുർബലരാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ എന്തിനാ ദുർബലരാക്കണേ? ഒരു വാഹനത്തിന്റെ 2 ചക്രങ്ങളെ പോലെയാണ് പുരുഷനും സ്ത്രീകൾ. അതെ. അപ്പൊ പിന്നെ പുരുഷന് സ്ത്രീകളെ വേട്ടയാടുന്നു എന്ന് പറയുന്നത് സ്ത്രീകൾ പുരുഷനെ വേട്ടയാടുന്നു എന്നും പറയാം. നിങ്ങളുടെ സംസാരത്തില് വാർത്തകളില് മൊത്തത്തിൽ കാണുന്നത് ലവ് ജിഹാദ്, ആണ് പെണ്ണിനെ പ്രണയിച്ചു കൊണ്ടുപോകുന്നു, മയക്കുമരുന്ന് കൊടുത്ത് പെണ്ണിനെ മയക്കുന്നു. അപ്പൊ ആരെങ്കിലും കൊടുക്കുന്ന മയക്കുമരുന്നിൽ മയങ്ങാനും ആരോ ചിരിക്കുന്ന ഏതോ ഉള്ളിൽ വെച്ചുകൊണ്ട് ചിരിക്കുന്ന ചിരിയിൽ പെട്ടുപോകാനും മാത്രമേ ഞങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങളുടെ മക്കൾ, പെങ്ങന്മാർ അത്ര ദുർബലരാണെന്ന് അവർ സ്വന്തം പറയുമോ? അല്ല, ഒരിക്കലും അല്ല. അത് ഏറ്റവും പവർ കൂടിയതിനാണല്ലോ കള്ളന്മാർ ലക്ഷ്യം വെക്കുക. ഇരുമ്പിനെ അല്ലല്ലോ, സ്വർണത്തിനെയല്ലേ കള്ളന്മാർ ലക്ഷ്യം വെക്കുക. അപ്പൊ സ്ത്രീകൾ പുരുഷനേക്കാൾ പവർ ഉള്ളവരാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ ലക്ഷ്യം വെക്കണേ, ദുർബലരായത് കൊണ്ടല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ സ്വർണ്ണം റോട്ടിൽ ഇട്ടിട്ടുണ്ട്, എടുത്തു വെക്കേണ്ടടുത്ത് എടുത്തു വെച്ചിട്ടില്ല. അപ്പൊ സ്വർണം എടുത്ത് വെക്കേണ്ടടുത്ത് എടുത്ത് വെക്കാത്തവനാണ് തെറ്റുകാരൻ. സ്വർണമാണെങ്കിൽ കള്ളൻ കൊണ്ടുപോകാൻ പറ്റിയ കോലത്തിൽ സ്വർണത്തെ വെച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അത് മോഷ്ടിക്കുന്നതിന്റെ ന്യായീകരണം അല്ലല്ലോ അത്. ഞാൻ പറയുന്നത് ഇവിടെ മോഷണം നടക്കുന്നു എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ത്രീകളെ ആളുകൾ വന്ന് മോഷണം നടത്തി അവരെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന താങ്കൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ, ഈ സ്ത്രീകളെ എപ്പോഴും ആളുകൾ കൊണ്ടുപോകാനും ആളുകൾക്ക് എടുത്താൽ കൂടെ പോകാനും ഒക്കെ പറ്റിയ എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞത് വില കൂടിയ എന്തോ ഒരു സാധനം, ഒരു കല്ല് പോലെ, മുതലക്കല്ല് വില കൂടിയതാണ്, ആൾക്കാർക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇത് സ്ത്രീകൾക്ക് വിലയുണ്ട്, ബോധമുണ്ട്, ബുദ്ധിയുമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇവർക്ക് പോണോ പോണ്ടേന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈക്കടത്തിൽ വരുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഇസ്ലാം, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു മതങ്ങൾക്കിടയിലുള്ള ഒരു ചർച്ചയല്ല സത്യത്തിൽ. ഇത് സ്ത്രീ വിരുദ്ധതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ സ്ത്രീകൾ ഡയറക്റ്റ് അവരുടെ വഴികൾ വ്യതിചലിക്കുന്നുണ്ട്. അതത് മതങ്ങൾ അവരുടെ സ്ത്രീകളോട് കൊടുക്കേണ്ട സമാധാനം, അവർക്ക് കൊടുക്കേണ്ട സമാധാനം കൊടുക്കുക, അവരുടെ കൊടുക്കേണ്ട ഫ്രീഡം അതത് മതങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തിരിക്കണം. പിന്നെ ആ മതം വിട്ട് എല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോയി എന്നൊരു വാർത്ത പറയേണ്ടി വരില്ല. അപ്പോൾ പിന്നെ ഒരിക്കലും ആ മതത്തിന്റെ യഥാർത്ഥ അനുയായികൾ അത് പറയില്ല. സ്വന്തം മതത്തെ കൊച്ചാക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മതങ്ങൾക്കിടയിലുള്ള തർക്കമല്ല. ഈ തർക്കം ഉണ്ടാക്കുന്നവർ മതവിശ്വാസികൾ അല്ല. കാരണം ഇത് പറയുന്നവർ അവർ സ്വന്തം മതത്തെ കൊച്ചാക്കുന്നുണ്ട്, അവർ സ്വന്തം മതത്തെ പരിഹസിക്കുന്നുണ്ട്. സ്ത്രീകളെ തന്നെ വളരെ മോശമായി അവതരിപ്പിക്കൽ ഇതിനിടയിലൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലല്ല. നിങ്ങൾ ഏതായാലും സ്ത്രീകൾ പരാമർശിച്ചപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുള്ളൂ. എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ തുടർന്നു പോകും. എന്താണ് വിഷയം എന്നുള്ളത്? അത് ഈ ഇസ്ലാം നിർബന്ധിത മതപരിവർത്തനം ഇല്ല എന്ന് പൊതുവെ പറയാറുണ്ടെങ്കിലും ആസൂത്രിതമായി മുസ്ലിം സമുദായത്തിലെ ഒരു വിങ് മയക്കുമരുന്ന് നൽകിക്കൊണ്ട് മറ്റു മതസ്ഥരായ സ്ത്രീകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ശക്തമായി ഇന്ന് ഒരു ക്രിസ്ത്യൻ മാതിരി ഉന്നയിച്ചിരിക്കുന്നത്. ഈ മതവും മയക്കലും എനിക്ക് മനസ്സിലായി. ഈ വിശ്വാസവും മയക്കലും തമ്മിൽ എന്താ ബന്ധം? ഈ മയങ്ങണമെങ്കിൽ ആരും മയങ്ങൂലേ? മയക്കുമരുന്ന് ഉപയോഗിച്ചവൻ ആരും മയങ്ങും. അത് മതമായിട്ട് എന്ത് ബന്ധമാണ്? സുഹൃത്ത്, മയക്കുമരുന്നാണ് മയക്കുന്നത്, മതമല്ല. മയക്കുമരുന്ന് മയക്കുമെന്നത്
മയക്കുമരുന്നിനെ കുറിച്ച് അറിയുന്ന ആർക്കും അറിയുന്നതാണ്. മതമുള്ളവനും മയങ്ങും, മതമില്ലാത്തവനും മയങ്ങും. അതാണ് മയക്കുമരുന്ന്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇത് മയങ്ങുന്നതാണെന്നും മയക്കുമരുന്നാണെന്നും അറിയുന്ന ഏതോ സ്ത്രീകൾ അതെന്തുകൊണ്ട് വർജിച്ചില്ല? ഈ ആരോപകർ പറയുന്നത് ഏതോ ചില പ്രത്യേക മതത്തിലെ സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മയക്കുമരുന്ന് കൊടുത്ത് അവരെ മയക്കുന്നു. അപ്പൊ ഇങ്ങനെ ആരോ വന്ന് കൊടുക്കുന്ന മയക്കുമരുന്ന് എടുത്ത് വാരി വലിച്ച് ബോധമില്ലാതെ ഉപയോഗിച്ച് ആരുടെയോ പിറകിൽ പോകുന്ന ഒരു വിലയും നിലയും ഇല്ലാത്തവരാണ് ഞങ്ങളുടെ മതത്തിൻ്റെ അനുയായികളായ സ്ത്രീകളെന്ന് ആ മതത്തിൻ്റെ യഥാർത്ഥ ആളുകൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആ മതത്തിനെ കൊച്ചാക്കലുണ്ട്, സ്ത്രീകളെ അഭിമാനിക്കലുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നിരിക്കെ ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നത് ആ മതത്തിൻ്റെയും ശത്രുക്കളാണെന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. ആ മതത്തിൻ്റെയും ശത്രുക്കളാണ്. ഒരു ഇസ്ലാമിക വിരുദ്ധം മാത്രമല്ല ഞാൻ ഈ കാണുന്നത്. ഇതിൽ ഒരു ക്രിസ്ത്യാനികൾക്കെതിരെയും ഇസ്ലാമിനെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും മതത്തിന് മൊത്തത്തിനെതിരെ ഏതോ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പിൽ വരുത്താൻ, സ്വന്തത്തിന് അടക്കി ഭരിക്കണമെന്ന് ഉള്ളിൽ മോഹമുദിച്ച ഏതോ ഒരു സംഘം അവരെ കൂടി വല വീശിയതായാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിനും അഭിപ്രായം പറയുന്നതിനും തടസ്സമൊന്നുമില്ല. അല്ല, സ്ത്രീകൾ ദുർബലരായത് കൊണ്ടല്ല അത് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഈ കേരളീയ സാഹചര്യത്തിൽ സാമ്പത്തികമായും കായികമായും ഉയർന്നവരാണ്. ഈ അടുത്ത കാലത്തായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് വരെ അവർക്ക് വലിയ മുന്നേറ്റമുണ്ട്. അപ്പോൾ അവരുടെ ഈ മേൽക്കോയ്മ, ഈ എല്ലാ മേഖലയിലുമുള്ള സ്വാധീനവും മേൽക്കോയ്മയും ഉപയോഗിച്ചുകൊണ്ട് ഇതര മതസ്ഥരായ സ്ത്രീകളെ അവരുടെ രക്ഷിതാക്കളുടെ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുകയാണ്. അതിനവരൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് മയക്കുമരുന്ന് എന്നുള്ളത്. തീർച്ചയായിട്ടും വളരെയധികം പ്രൊട്ടക്ഷൻ നൽകി സംരക്ഷിച്ച് നിർത്തുന്ന. പിടിച്ചു പറിച്ച് എന്നൊക്കെ പറയുമ്പോൾ എവിടോ കെട്ടിയിട്ടതിനെ പറിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു എന്നൊക്കെയാണല്ലോ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. ഒരു ടീം കെട്ടിയിടാനും മറ്റൊരു ടീം അഴിച്ചു കൊണ്ടുപോകാനും ഇത് കന്നുകാലിയാണ്. ഇത്ര ലാഘവത്തോടെ ഒരു മനുഷ്യനെ കുറിച്ച് ആരോ കെട്ടിയിടുക, മറ്റൊരു അയച്ചിട്ട് തൊഴുത്തിൽ വന്ന് അയച്ചു മെല്ലെ കൊണ്ടുപോവുക. ഈ സ്വയം ബോധമില്ലാത്ത ഒരു പാവകളായി ഇവർ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ എന്നിട്ട് പറയുന്നത് സ്ത്രീ വിരുദ്ധതയല്ല. ഇവരെ എന്താണ് ഇവിടുത്തെ വിഷയം? ആരോ വിശക്കുന്നവന് ആരോ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭക്ഷണം താല്പര്യപ്പെട്ടവൻ പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ആലയിൽ പുല്ല് കിട്ടുന്നില്ല എന്നല്ലേ പറയുന്നത്. ഞാൻ താങ്കളുടെ ഭാഷ കടമെടുത്താണ് പറയുന്നത്. ഏതായാലും കന്നുകാലിയോട് തുലനം ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. പോട്ടെ, ആ ആലയിൽ പുല്ലുണ്ടെങ്കിൽ ഈ കന്നുകാലി പിന്നെ എന്തിനാ മറ്റൊരു പുല്ല് തേടി പോകേണ്ടത്? നിങ്ങളുടെ ഭാഷ അനുസരിച്ച് ഇത് കന്നുകാലികളാണോ? മനുഷ്യനാണെങ്കിൽ എവിടെയോ ഉള്ള പുല്ല് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ചിന്തിക്കാനുള്ള ബോധം മനുഷ്യനുണ്ട്. അത് സ്ത്രീക്കുമുണ്ട്, പുരുഷനുണ്ട്. ഇല്ല, അതൊന്നും ഞങ്ങളെ മതത്തിലെ സ്ത്രീകൾക്ക് അങ്ങനെ ബോധമൊന്നുമില്ല. അതിൻ്റെ മുന്നിൽ ആര് വന്നാലും പിന്നാലെ കണ്ടു. ആ മതത്തെ കൊച്ചാക്കലാണെന്ന് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്നുകിൽ ഈ മതത്തെ കൊച്ചാക്കലെതിരുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ പാടെ അപമാനിക്കലുണ്ട്. 3, ആരോ പ്രണയം കാണിച്ച് അതല്ലെങ്കിൽ മയക്കുമരുന്ന് കാട്ടി അവർ വിളിക്കുമ്പോൾ അങ്ങോട്ടവർ പോകുന്നുണ്ടെങ്കിൽ സ്വന്തം സമാധാനം അവരുടെ തട്ടകത്തിൽ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് അവർ തന്നെ തുറന്നു സമ്മതിക്കൽ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ട്. സ്വന്തം മതത്തിൽ സമാധാനം കൊടുക്കാനും സ്വസ്ഥമായി ജീവിക്കാനും അവർക്ക് സ്വന്തം മതത്തിലൊരിടം കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് അവർ സ്വയം സമ്മതിക്കൽ വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൻ്റെ മുന്നിൽ ആരാന്നുള്ളതല്ല, അറിയാതെ ഇവരിത് പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ സത്യത്തിൽ ഒരു മതത്തിൻ്റെയും അനുയായികളായി അവരെ കൂട്ടാൻ പറ്റില്ല. കാരണം മതമാണെങ്കിൽ, ദൈവീകമാണെങ്കിൽ ഒരു സൃഷ്ടിയെയും അപമാനിക്കാൻ ഒരു മതവും അനുവദിക്കാൻ പാടില്ല. ഒരു സൃഷ്ടിയെയും അപമാനിക്കാൻ പാടില്ല. അപ്പം ഇതിൽ സ്ത്രീകളെ പാടെ അപമാനിക്കപ്പെടുന്നുണ്ട്. അതല്ലെങ്കിൽ സ്വന്തം മതത്തെ കൊച്ചാക്കൽ വരുന്നുണ്ട്.
ഇത് ശരിയല്ലേ? അങ്ങനെ ഒരു രൂപം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ. ഇതര മതസ്ഥരായ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, സാധാരണ അക്കരപ്പച്ച എന്ന് പറയാറുണ്ട്, അതൊരു മരീചികയാണ്. അങ്ങനെ ഒരു സംഗതി ഇല്ല. പക്ഷെ അടിപൊളി എന്ന് വരുത്തി തീർത്തിട്ട് ചാടിച്ചു കൊണ്ടുപോകുക, അതിന് മയക്കുമരുന്ന് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം വലിയ ആസൂത്രിത നീക്കമാണ് നടക്കണമെന്ന് നമുക്കതിന് മനസ്സിലാവും. ഒരു ചുരുക്കി പറഞ്ഞാൽ, ഇത്രയും ചോദിച്ച സ്ഥിതിക്ക്, ഇത്ര വാചാലരായ സ്ഥിതിക്ക് എൻ്റെ സംശയം വീണ്ടും ആദ്യത്തെ പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കിടക്കുകയാണ്. ഞാൻ സംശയിച്ചിരുന്നത്, ഈ പറയുന്ന ബാഹ്യമായി പറയുന്നവർക്ക് ഇതിലൊരു റോളുമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെ അതിന് വലിയൊരു കുഴപ്പം വരുന്നില്ല. ഇത്രയും വാദിച്ച് സ്ഥാപിക്കാൻ വീടെടുത്ത് കിടന്ന് ഉരുളുന്ന ചില സംസാരങ്ങളും പ്രസ്താവനകളും കാണുമ്പോൾ ഇവരും അവരും തമ്മിലും എന്തോ ഒരു ടൈപ്പ് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നത്, ഇതിൽ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്, ഇതിൽ തരം താഴ്ത്തപ്പെടുന്നത് ഈ കക്ഷികൾ പ്രതിനിധാനം ചെയ്യുന്ന മതമാണ്. ആ മതത്തിന്റെ അനുയായികൾ, അവരെയാണ് ഇവർ കൊച്ചാക്കുന്നത്. അവരുടെ ആലയത്തിൽ നിന്ന് സ്ത്രീകൾ പ്രത്യേക ഒരു ദിശയിലേക്ക് ഒഴുകുന്നു. ആരോ വന്ന് അവരൊഴുക്കി കൊണ്ടുപോകും. ഇവിടെ ഒഴുക്കി കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലേ, അങ്ങനെ ഒരു പ്രവണത ഇവിടെ നടക്കുന്നുണ്ടോ ഇല്ലേ, അത് വാസ്തവ വിരുദ്ധമാണ് എന്നത് മറ്റൊരു കാര്യം. അത് വാർത്തകളിലൂടെ തെളിയിക്കപ്പെടേണ്ടതും ചർച്ചകൾ നടക്കേണ്ടതുമാണ്. അത് വിവരങ്ങൾ അറിയുന്ന, വിഷയമറിയുന്ന ഏത് ബുദ്ധിജീവിയും അതിനെ എതിർത്തു കഴിഞ്ഞു. അത് സംസാരം അതിൻ്റെ ആവശ്യമില്ലാത്ത സ്ഥിതിക്കാണ് ഞാൻ പറയുന്നത്. ഇവിടെ പോകുന്നവരുണ്ടല്ലോ, അവർക്ക് ഒരു നിലപാടും ഇല്ലേ. അവരെ ബോധവൽക്കരിക്കുക എന്നത് അവർ സ്വീകരിക്കേണ്ട തിയറിയല്ലേ. ഇവിടെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ നടക്കുന്ന സ്നേഹത്തെ മതവും തമ്മിൽ കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ട്. ഹൃദയഭാഷ. അവർ പരസ്പരം അങ്ങും ഇങ്ങും പങ്കുവെക്കുന്നു. അവർക്ക് അങ്ങും ഇങ്ങും പ്രണയം തോന്നുന്നുവെങ്കിൽ അത് ഇന്നിടത്തെ പ്രണയിക്കാവൂ, ഇന്നവരുടെ കൂടെ കൂടാവൂ എന്ന് അവരുടെ മതം അനുശാസിക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? അവരുടെ മതം അത് നിർബന്ധം, അവരുടെ മതത്തിന് നിർബന്ധമുണ്ടെങ്കിൽ അനുയായികളെ ആ മതത്തിൻ്റെ വഴിയിൽ പറഞ്ഞു ബോധ്യപ്പെടുത്തി പിടിച്ചു നിർത്തുക എന്നത് അതത് മതങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഞങ്ങളത് ചെയ്യുന്നു, പക്ഷെ വിജയിക്കുന്നില്ല. മതത്തിൻ്റെ പ്രബോധകരുടെ പരാജയം അവർ സ്വയം സമ്മതിക്കലാണ്. അപ്പോൾ ഈ മതത്തിന് ഇവിടെ നിലനിൽപ്പില്ല, ഞങ്ങളെ മതം ഇപ്പോൾ ഒലിച്ചു പോകും. നാലാള് നാല് ഭാഗത്തു നിന്ന് മാടി വിളിച്ചാൽ ലാഘവത്തോടെ ഓടിപ്പോകുന്ന അത്രയും ബലഹീനരും ദുർബലരും, ഒരു പ്രൊട്ടക്ഷനും സ്വന്തം തട്ടകത്തിൽ ഇല്ലാത്തവരും, ഒരു സ്നേഹവും കവചവും ലഭിക്കാത്തവരുമാണ് സ്വന്തം മതത്തിൻ്റെ അനുയായികളായ സ്ത്രീകളെന്ന ഈ വാദത്തിൽ എത്രമാത്രം സ്വന്തം മതത്തെ പുച്ഛിക്കലും തരം താഴ്ത്തലും ഉണ്ട് എന്നത് അവരവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്തരം ആളുകൾ അവർ ഒരു പക്ഷേ ഇത് അറിയാതെയായിരിക്കും, അതല്ലെങ്കിൽ അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി അവർ പ്രവർത്തിക്കുകയായിരിക്കും. ഇവിടെ ഇരയാകുന്നത് യഥാർത്ഥ മതത്തിൻ്റെ അവകാശികളാണ്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് സമുദായത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾ സ്വന്തം മതത്തെ വലിച്ചിഴക്കുമ്പോൾ സ്വന്തം ബോറാവും ചെയ്യരുത്. അതുകൊണ്ട് മറ്റൊരു മതത്തെ അതിന് കരുവാക്കുന്നത് കണ്ടെത്താൻ അവർക്ക് സാധിക്കാതെ പോകുന്നു എന്നതാണ് ഇവിടെ വിലയിരുത്തേണ്ടത്. പക്ഷേ ഈ മയക്കുമരുന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം വളരെയധികം ഇപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ലേ എന്നത് നമുക്ക്, മയക്കുമരുന്നിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, മയക്കുമരുന്ന് എന്നുള്ളതിന് മതമില്ല. മയക്കുമരുന്ന് ഇസ്ലാമികമല്ല. മയക്കുമരുന്നിലേക്ക് ക്ഷണിക്കുന്നത് ഇസ്ലാമിലേക്കുള്ള ക്ഷണമല്ല. അപ്പൊ പിന്നെ ആ മയക്കുമരുന്ന് കാട്ടി ക്ഷണിക്കുന്നത് ഇസ്ലാമിലേക്കല്ലെങ്കിൽ ഏതോ ഒരു പ്രസ്ഥാനം, പുതിയൊരു പ്രസ്ഥാനത്തിലേക്ക് ആരെയോ ക്ഷണിക്കുന്നു എന്നതാണ് പറയുന്നതിന്റെ ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിം എന്നത് പേരുകളെ കൊണ്ട് രൂപപ്പെടുന്നതാണെങ്കിൽ ഇവിടെ ജബ്ബാറാണെന്ന് സ്വന്തം പരിചയപ്പെടുത്തി അബ്ദുൽ ജബ്ബാർ എന്ന് മാതാപിതാക്കൾ പേര് നൽകിയ പലവരും ഇന്ന് മീഡിയയിൽ യുക്തിവാദത്തെ വിശദീകരിക്കുന്ന കാലങ്ങളിൽ ഇത് നാം മനസ്സിലാക്കണം. ഇത്തരം ആരോപണങ്ങൾക്ക് വേണ്ടി മാത്രം ഈ പേരുകളെ വലിച്ചിഴക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഈ വാർത്തകളൊക്കെ മെനഞ്ഞുണ്ടാക്കുന്ന, ഇതൊക്കെ വെച്ച് തെളിവ് നിരത്തി സംസാരിക്കുന്ന ആളുകളുടെ ഉള്ളിൽ
എത്രമാത്രം വിഷമാണ് ഈ സ്നേഹത്തിനും സമാധാനത്തിനും എതിരെ അവർ കൊണ്ടു നടക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പേരിലെന്ത്, ആരുടെ പേരായി എന്നതല്ല ഇവിടെ വിഷയം. അതിനാണ് ഞാനിപ്പോൾ ഈ വിശദീകരണത്തിൽ ഒരു പരാമർശം, ഇത് പറയുന്ന ആളുകൾ അറിയാതെ സമ്മതിച്ചു പോകുന്നു, ഞങ്ങളുടെ മത നേതാക്കൾ ഞങ്ങൾ അവരുടെ അനുയായികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നു എന്ന് ഉസ്താദ് പറഞ്ഞു. പക്ഷെ അത് ശരിയല്ല. കാരണം ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ശ്രമം നടക്കുന്നു, അവിടെയാണ് വിഷയം. അതിലവർ വിജയിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അവർ അമ്പേ പരാജയപ്പെടുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കുത്സിത ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് വിഷയം. അത് ജനസമൂഹം അറിയണം. അല്ലാതെ ഒരൊറ്റ ക്രിസ്ത്യൻ സ്ത്രീയെയും കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അത്രയും ശക്തരാണ് ഞങ്ങൾ ഈ ക്രിസ്ത്യൻ മത നേതാക്കൾ, അതാണ് അവർ പറയുന്നത്. പക്ഷേ ഇങ്ങനൊരു ശ്രമം നടക്കുന്നല്ലോ, അപ്പോൾ എത്രമാത്രം ബുദ്ധിയോട് കൂടെയാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം. മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് ഇതര മതസ്ഥരെ വിളിച്ചു കൊണ്ടുപോകാനുള്ള പ്രത്യേക ശ്രമം നടത്തുന്നതിൻ്റെ ഒരു പുതിയ വഴിയായിട്ട് ഇങ്ങനൊരു സംഭവം അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇങ്ങനൊരു സംഭവം നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇവർ ക്ഷണിച്ചിടത്തേക്കാണല്ലോ പോവുക. ഈ ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നതെങ്കിൽ അപ്പോൾ ക്ഷണിക്കുന്ന വീട്ടിൽ കല്യാണത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ കാണല്ലോ പോവുക. അപ്പോൾ ഏതോ ഒരാൾ കല്യാണത്തിന് വിളിച്ചിട്ട് ആരാലും വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ഇസ്ലാമിലേക്കാണ് ക്ഷണിക്കുന്നതെന്നാണ് ആരോപണത്തിലുള്ളത്. ക്ഷണിക്കുന്നത് മയക്കുമരുന്നിലേക്കാണ്, അത് അനിസ്ലാമികമാണ്. പോകുന്നതോ മയക്കുമരുന്നിലേക്കാണ്, അതും അനിസ്ലാമികമാണ്. പേരുകൊണ്ടൊരു പക്ഷേ ചില മതത്തിലേക്ക് സൂചനയുണ്ടാകാം. പക്ഷേ അവരുടെ പ്രവണത ഇസ്ലാമികമല്ല, അവർ ചെയ്യുന്നത് ഇസ്ലാമികമല്ല, അവർ ക്ഷണിക്കുന്നത് ഇസ്ലാമിലേക്കും അല്ല. ഇത് ഇസ്ലാമിനെ കുറിച്ച് ബാലപാഠം അറിയുന്ന അത് ഏതൊരാൾക്കും അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്? അതിന് പ്രചോദനം നൽകിയത് എന്താണ്? ഇസ്ലാമിൻ്റെ പേരാണോ? അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഇസ്ലാമിക നാമധാരികൾ ഇവിടെ ഇല്ലേ? അതിനർത്ഥം അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് പുതിയ രൂപത്തിൽ ഇതര മതക്കാരെ കൊണ്ടുപോകുന്നു. എങ്ങനെയുണ്ട്? ദൈവനിഷേധികളായ മുസ്ലിം നാമധാരികൾ സോഷ്യൽ മീഡിയയിലൊന്നും ഉണ്ട്. അവരെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ, ഓ മുസ്ലിമീങ്ങൾ ദൈവനിഷേധം എന്ന് പറയുന്ന ഒരു പുതിയ ജിഹാദുമായി അന്യമതസ്ഥരെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ നിങ്ങൾ ഈ മുസ്ലിമീങ്ങളെ പറയുന്നത്? മുസ്ലിം നാമമല്ലേ പറയുന്നത്? മോനെ, ഇസ്ലാമിൻ്റെ ആശയത്തിലേക്കല്ലല്ലോ അവർ ക്ഷണിച്ചത്, ഇസ്ലാം പറയുന്ന തിയറിയിലേക്കല്ലല്ലോ അവർ കൊണ്ടുപോകുന്നത്. അപ്പം എന്തിനാണ് ഇവിടെ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നത്? ഇസ്ലാം എങ്ങനെയാണ് ഇവിടെ പ്രതിക്കൂട്ടിൽ വരുന്നത്? ഇസ്ലാമിനെ കൊഞ്ഞലം കുത്തുന്നവരെ കുറിച്ച് അവർ ആ കൊഞ്ഞലം കുത്തൽ ജിഹാദ്, ഇസ്ലാമിനെ പരിഹസിക്കുന്നവരെ കുറിച്ച് പരിഹാസം, അതൊരു ജിഹാദ്. എന്താണോ അതെല്ലാം ജിഹാദ്. ആ ജിഹാദ് എന്ന പേര് ഫിറ്റ് ചെയ്ത് ആ നാമം, ഈ ജിഹാദ് നടത്തുന്നു എന്ന് പറയപ്പെടുന്ന പ്രവണതകൾ എന്തോ, ആ ചെയ്തികൾ ചെയ്യുന്നവരാരോ അവരുടെ നാമം നോക്കി ഇതൊരു മതത്തിലേക്ക് ചേർത്തു പറയാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിച്ചത്. മുസ്ലിം നാമധാരികൾ ഇസ്ലാമിനെ പരിഹസിക്കുന്ന എത്രയോ ഘട്ടങ്ങളുണ്ട്. ഇസ്ലാമിനെ പരിഹസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ ക്ഷണിക്കുന്ന എന്തൊരു വൈവിധ്യാത്മകമായ നിലപാടാണത്. എന്താണ് ഈ പറയുന്നത്? ഇസ്ലാമിനെ പരിഹസിക്കുന്ന സോഷ്യൽ മീഡിയയിൽ മുസ്ലിം നാമധാരികളുണ്ട്. അവർ മുസ്ലിം നാമധാരികളായതുകൊണ്ട് അവർ എന്തായാലും മുസ്ലിമീങ്ങളാണെന്നും അവർ വിളിക്കുന്നത് ഇസ്ലാമിലേക്ക് തന്നെ ആവുള്ളൂ എന്ന ഒരു വിലയിരുത്തലാണ് ഇവിടെ ഉള്ളതെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക നാമം വെച്ചുകൊണ്ട് എത്ര ആളുകൾ എന്തൊക്കെ പറയുന്നുണ്ട്. അവരെല്ലാം ക്ഷണിക്കുന്നത് എന്തിലേക്കാണെന്നത് അവരുടെ പേര് നോക്കിക്കൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ, യുക്തിവാദം പറഞ്ഞുകൊണ്ട്, നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് ആളെ ഇതര മതത്തെ കൂട്ടുന്നു എന്ന് പറയാനൊക്കോ? കാരണം ഈ മതമില്ലായ്മ പറയുന്നത് ഈ ദീനിനെ ഇല്ലായ്മ ചെയ്യാനാണ്, ഈ മതത്തെ പൊളിക്കാനാണ്. സത്യത്തിൽ അവർ ക്ഷണിക്കുന്നത് ഇസ്ലാമിലേക്കല്ല. അവർ ഒരിക്കലും ഇസ്ലാമിൻ്റെ ആദർശങ്ങൾ നൽകുന്നവരോ ആ ആശയത്തിൽ അടിയുറച്ച് ജീവിക്കുന്നവരോ അല്ല. അവർ ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നവരും ഇസ്ലാമിനെ പരിഹസിക്കുന്നവരും ഇസ്ലാമിൻ്റെ നയങ്ങളിൽ ഒതുങ്ങി ജീവിക്കാൻ താല്പര്യമില്ലാത്തവരുമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വർജിക്കാൻ പറഞ്ഞ മയക്കുമരുന്നിനെ അവരടിമപ്പെട്ടത്. അതുകൊണ്ടാണ് അത്തരം മയക്കുമരുന്നുകളിലേക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരുടെ സ്വന്തം വികാര വിചാരങ്ങൾക്ക് അവരടിമപ്പെടുന്നു. അതിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നത് ആരാണോ അവരാരായാലും അതിൽ വഴങ്ങാൻ മുസ്ലിം സ്ത്രീകൾ തയ്യാറാണോ? ഇരകളുടെ പട്ടികയിൽ മുസ്ലിം സ്ത്രീകളുണ്ട്.
ആ പട്ടികയിൽ ക്രിസ്ത്യാനികളുണ്ട്. പട്ടിക പരിശോധിച്ചാൽ അതറിയാൻ കഴിയും. ഇത് മതമല്ല, ഇത് മനുഷ്യർക്കിടയിൽ എന്നും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന, വർജിക്കാൻ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ശക്തമായ പ്രവർത്തനം നടത്തേണ്ട, മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുക എന്ന് പറയുന്ന പുതിയ തലമുറ കാണുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്. നമുക്ക് ഒത്തുചേർന്ന് ഒരുമിച്ച് ഈ മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കാം. ഓരോ മതക്കാരും അവരുടെ അനുയായികളെ ബോധവൽക്കരിക്കാം. അങ്ങനെ ചെയ്യുക വഴി മതത്തിൻ്റെ പേരിൽ ആരോ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാരാണെങ്കിലും അവർ വിരൽ കടിക്കും, പരാജയപ്പെടും. അതിനുള്ള പ്രവർത്തനമല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഉസ്താദിൻ്റെ പരാമർശത്തിൽ നിന്നിപ്പോൾ ഇസ്ലാമിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നും അത് പക്ഷേ മയക്കുമരുന്നിന് എതിരായ ജിഹാദാണെന്നും ആണ് മനസ്സിലാകേണ്ടത്. ജിഹാദ് നിങ്ങൾക്ക് എന്ത് പേരിലും അത് വിളിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ നടക്കുന്നത് ഇസ്ലാമിലേക്കുള്ള ക്ഷണമല്ല, അനിസ്ലാമിക പ്രവർത്തനം നടത്തി അനിസ്ലാമിക സ്വഭാവത്തിലേക്ക് ഒരു വിഭാഗത്തെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണത്തിൽ മയക്കുമരുന്നിന് തൽപരരായവരെല്ലാം ഇരകളുമാണ്. അതിൽ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മയക്കുമരുന്നിന് അവരടിമപ്പെടുന്നു, അവർ മയങ്ങുന്നു. മതം